പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണ വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. എൻ്റെ കർത്താവിന്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിന്റെ അടയാളത്തിൽ മെയ് 24-ാം തീയതി ശനിയാഴ്ച ഞാൻ നിന്നെയും നിന്റെ കുടുംബത്തെ ആശീർവദിക്കുന്നു. നീ ഇറങ്ങിപ്പോകുന്ന നിന്റെ വീടിന്റെ എല്ലാ വാതായനങ്ങളിലും ഞാൻ കർത്താവിന്റെ നാമത്തിൽ കുരിശാലേഖനം ചെയ്യുന്നു. നീ അനുഗ്രഹിക്കപ്പെട്ടവനാകട്ടെ. നിന്റെ കുടുംബവും കുഞ്ഞുങ്ങളും അനുഗ്രഹിക്കപ്പെടട്ടെ. നീ ഏത് ഭവനത്തിൽ പ്രവേശിച്ചാലും ആ ഭവനത്തിൽ സമാധാനം ആശംസിക്കാൻ പറഞ്ഞ കർത്താവിന്റെ നാമത്തിലെ ഞാൻ ഈ സമയത്ത്, ഈ പ്രഭാതത്തിലെ നിന്റെ കുടുംബത്തിൽ സമാധാനം ആശംസിക്കുന്നു. കർത്താവെ, സമാധാനം ആ മക്കൾ അനുഭവിക്കുവാനും അതിൽ കുടികൊള്ളുവാനും ഇടയാക്കണം പ്രാർത്ഥിക്കുന്നു. എവിടെ പോകുമ്പോഴും കർത്താവ് നിന്റെ വചനത്തിനനുസരിച്ച് ജീവിക്കുവാനും വചനത്തിൽ തെറ്റിപ്പിരിഞ്ഞ് പടല പിരിഞ്ഞ് പോകാതിരിക്കാനും
കർത്താവെ, അങ്ങ് കെരൂബുകളുടെ സംരക്ഷണം അങ്ങയുടെ മക്കൾക്ക് നൽകാൻ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഇന്ന് കണ്ടുമുട്ടുന്ന വ്യക്തികൾ നീ ആശീർവദിക്കണമേ. കർത്താവെ, ഇന്ന് മക്കളുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് വേണ്ടി, ജോലി കാര്യങ്ങൾക്ക് വേണ്ടി, സ്വദേശത്തും വിദേശത്തും മക്കൾ സഞ്ചരിക്കും, അവർക്ക് വേണ്ടി വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കന്മാരുടെ പ്രാർത്ഥനകളാണ് കർത്താവെ. ആ കണ്ണീരിനെ നീ രക്തങ്ങളാക്കി മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു. അത് സ്വീകാര്യമാക്കി മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പലരും പ്രാർത്ഥിക്കുമ്പോഴേ അവർ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് നേടിയെടുക്കേണ്ട കഴിവോ കൃപയോ ശക്തിയോ അവർക്കില്ല. കർത്താവെ, ഞങ്ങൾ നിൻ്റെ പീഡാനുഭവത്തിൻ്റെ ശക്തിയാൽ, കുരിശുമരണത്തിൻ്റെ ശക്തിയാൽ, അതിനേക്കാൾ വരുന്നതിന് ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ശക്തിയാൽ അങ്ങയുടെ മക്കളുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കുകയും മാതാവിൻ്റെ മധ്യസ്ഥത അവ സ്വീകരിക്കപ്പെടുകയും ദൈവത്തിൻ്റെ കണ്ണീരുടെ അവർ വിതക്കാനുള്ള വിത്തുമായി പോകുന്നു. അവരെ ജയഘോഷത്തോടെ കൊയ്തക്കറ്റയുമായിട്ട് വരുന്നു എന്ന് പറഞ്ഞ് കർത്താവിൻ്റെ വചനം ഇന്ന് നിൻ്റെ ജീവിതത്തിൽ പാലിക്കുകയും നീ രാത്രി തിരിച്ചു വരുമ്പോൾ സന്തോഷത്തോടെ തിരിച്ചു വരുവാൻ ഇടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ മക്കളെ, ഉടമ്പടിക്ക് ചില പരാധീനതകളുണ്ട്. നിങ്ങളുടെ ഉടമ്പടി ജീവിതത്തെ ബൂസ്റ്റ് ചെയ്യുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഡെയിലി ബ്രെഡ് കൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, പിന്നെ നിങ്ങളുടെ ഇന്നത്തെ ലൈഫിനെ സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ 2 കാര്യങ്ങളാണ്. ഇപ്പം ചെറിയൊരു സന്ദേശമേ തരത്തുള്ളൂ, ഒരു ക്യാപ്സ്യൂൾ പോലെ സന്ദേശം. ഇപ്പം എന്താ അച്ഛൻ പറയണ വെച്ചാൽ, ഉടമ്പടി വിജയിക്കണമെങ്കിൽ ഉടമ്പടി വില്ലന്മാരെ നമ്മൾ ശ്രദ്ധിക്കണം. ഉടമ്പടിയിലുള്ള വില്ലന്മാരാണ് ഉടമ്പടിയുടെ കാര്യങ്ങൾ താമസിപ്പിക്കണത്. ഇപ്പം കഥകളൊക്കെ വരുമ്പോൾ ഹീറോയും വില്ലനും ഇല്ലേ, ഇതുപോലെ തന്നെ ഈ വില്ലൻ എപ്പോഴും ഹീറോയുടെ മുന്നേറ്റങ്ങളെ തടയും. ഉടമ്പടിക്കും വില്ലനുണ്ട്, അത് ഈ ഹീറോയുടെ മുന്നേറ്റങ്ങളെ തടയുന്നുണ്ട്. ഇപ്പോൾ എബ്രഹാത്തിന്റെ ഉടമ്പടി ഹീറോ ആരാണ്? എബ്രഹാം തന്നെ ഹീറോ. പക്ഷേ എബ്രഹാത്തിനോട് എന്താ പറയണത്? ഈ ആകാശത്തെ നക്ഷത്രങ്ങളെ പോലെ അല്ലേ, ഭൂമിയിലെ മഴത്തരികളെ പോലെ ഞാൻ നിനക്ക് കുഞ്ഞുങ്ങളെ തരുമെന്നല്ലേ പറയണത്. പക്ഷെ ഒരു കുഞ്ഞിനെ കിട്ടാൻ തന്നെ എബ്രഹാത്തിന് 25 കൊല്ലം ലാഗ് ചെയ്യേണ്ടി വന്നു. അതെന്താ കാരണം? ആ വില്ലൻ ഉണ്ടായിട്ടാണ്. ആരാ വില്ലൻ അതിൻ്റെ അകത്ത്? 2 വില്ലനും വില്ലത്തിയും ഉണ്ട് അതിൻ്റെ അകത്ത്. ഇതുപോലെ തന്നെ അപ്പം നിങ്ങൾക്ക് ആരാണ് എബ്രഹാത്തിൻ്റെ ഉടമ്പടി വില്ലൻ എന്നൊക്കെ പറയാം. പിന്നെ ഒരാളുണ്ടായിരുന്നേ, ഈ മോസസും ദൈവമായിട്ട് എന്നാ ഒരു സൗമ്യത ബന്ധമാണ്. പക്ഷെ ആ ബന്ധം ഉണ്ടായപ്പോഴും മോസസിനും ഈ ജനങ്ങൾക്കും കുറേ വർഷങ്ങൾ, 40 വർഷം കഴിഞ്ഞിട്ടാണ് അവർ വാഗ്ദാന നാട് ലക്ഷ്യം പ്രാപിക്കുന്നത്. വേണമെങ്കിൽ 40 ദിവസം കൊണ്ട് പ്രാപിക്കാവുന്ന കാര്യമേ ഉള്ളത്, പക്ഷെ താമസിക്കുന്നത്. അവിടെ വില്ലനായിട്ട് പ്രവർത്തിക്കുന്ന ആരാണെന്നറിയാം? അഹ്റോൻ വില്ലനാണ്. ജനങ്ങളും വില്ലത്തരം കാണിക്കും. 2 വില്ലന്മാരുണ്ട്. ജനങ്ങളെപ്പോഴും വില്ലത്തരം കാണിക്കും. ദൈവത്തിൻ്റെ വചനങ്ങളെ മറത്തു നിൽക്കുന്നുണ്ടല്ലേ. ഇപ്പം കർത്താവിൻ്റെ ജീവിതത്തിൽ ഹീറോ കർത്താവാണ്. കവനന്റിൽ വില്ലനുണ്ട്. ആരാണ്? ആ മരുഭൂമി പ്രത്യക്ഷപ്പെട്ട പിശാചില്ലേ, അയാളാണ് വില്ലൻ. അതിൻ്റെ അകത്ത് ആ വില്ലൻ അന്ത്യത്താഴത്തിൻ്റെ ഉടമ്പടി സമയത്ത് വില്ലനുണ്ട്. യുദാസിൻ്റെ ഒക്കെ പ്രവചകർ കണ്ടിട്ടില്ലേ? അപ്പം എപ്പോഴും ഉടമ്പടിക്ക് ഒരു വില്ലനെ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. അവര് എന്ത് ചെയ്യും? അവര് മത്സരം നടക്കും. ഉടമ്പടി പാലിക്കപ്പെടാതിരിക്കാൻ വേണ്ടി എപ്പോഴും അവര് ഗുസ്തി നടക്കും, മത്സരം. അതുകൊണ്ട് ഈശോ പറയും, ദൈവരാജ്യം ബലവശമാണ്. വില്ലനുള്ളതുകൊണ്ട് അങ്ങനെ പറയണത്. മത്തായി 11:12. സ്നാപക യോഹന്നാന്റെ നാളുകൾ മുതൽ, സ്നാപക യോഹന്നാന്റെ കാലം മുതൽ ഇന്ന് വരെ സ്വർഗരാജ്യം ബലപ്രയോഗത്തിന് വിഷയമായിരിക്കുന്നു. ബലവാന്മാർ അത് പിടിച്ചടക്കുന്നു. അപ്പൊ ലക്ഷ്യം പ്രാപിക്കുക. ഉടമ്പടി ലക്ഷ്യം പ്രാപിക്കുന്നതിന് ഒരു ബലം നമുക്ക് ആവശ്യമാണ്. ഈ ബലം നമ്മൾ നേടുന്നത് വിശ്വസ്തയോടെയുള്ള ഉടമ്പടി ജീവിതത്തിലൂടെയാണ്. മനസ്സിലായി? ഇപ്പൊ പ്രേക്ഷിത പ്രവർത്തനം, ആൾക്കാരൊക്കെ പ്രേക്ഷിത പ്രവർത്തനത്തിന്റെ അഡ്വാൻസ് രൂപങ്ങളാണ് ഇപ്പൊ കാണുന്നത്. അവരുടെ സാക്ഷ്യങ്ങൾ പറഞ്ഞ ആൾക്കാർക്ക് കൊടുക്കുന്നു, അതുപോലെ തന്നെ മറ്റുള്ളവരുടെ സാക്ഷ്യം പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ
ദൈവത്തിൻ്റെ വിശ്വാസ കൈമാറ്റം ഏത് വെയിലത്തും മഴയത്തും ചെയ്തുകൊണ്ട് തന്നെയാണ് ആൾക്കാർ ബലം പ്രാപിക്കുന്നത്. സാക്ഷ്യജീവിതമാണ് ബലം പ്രാപിക്കാൻ ഏറ്റവും നല്ലത്. കാര്യം വില്ലനുള്ള കാരണം നമുക്ക് ഇപ്പം പ്രാർത്ഥനാ ജീവിതം, അതുപോലെ തന്നെ സാക്ഷ്യജീവിതം, അതിന് സുവിശേഷ കൈമാറ്റം, ഉപവിപ്രവർത്തനങ്ങളൊക്കെയാണ് ബലം നമുക്ക് തരണത്. അപ്പം അതുകൊണ്ട് ഈ ബലത്തിൽ വരുമ്പോൾ പിശാച് അല്ലെങ്കിൽ ഉടമ്പടിക്കെതിരെ നിൽക്കുന്ന ശക്തികളെ നഷ്ടധൈര്യമായി പോകും. അപ്പോൾ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്ത് ആണ് ഉടമ്പടി വിജയിപ്പിക്കുന്നത്. അപ്പം നമ്മളെ ദൈവം ഉദ്ദേശിക്കുന്നത്, ഉടമ്പടി കൊണ്ട് ദൈവം ഉദ്ദേശിക്കുന്നത് നമ്മുടെ ലക്ഷ്യങ്ങൾ സാധിക്കുന്നതിനേക്കാൾ ഉപരി നമ്മളെ ആധ്യാത്മികമായി ബലപ്പെടുത്തുക കൂടി ഉടമ്പടി ലക്ഷ്യമുണ്ട്. അപ്പം അതുകൊണ്ട് സൂക്ഷിച്ച് വേണം. എല്ലാത്തിൻ്റെയും ഒരു മുന്നോട്ട് പോകുന്നില്ല എന്ന് കണ്ടാൽ, നിയോഗങ്ങൾ നിറവേറാൻ താമസിക്കുന്നു എന്ന് കണ്ടാൽ നിങ്ങൾ ഉടനെ ചെയ്യേണ്ടത് ബലം പ്രാപിക്കാൻ നോക്കണം. സാക്ഷ്യ ജീവിതത്തിലൂടെ ബലം പ്രാപിക്കണം, പ്രാർത്ഥനാ ജീവിതത്തിലൂടെ ബലം പ്രാപിക്കണം, സുവിശേഷ വിശ്വാസ കൈമാറ്റത്തിലൂടെ ബലം പ്രാപിക്കണം. നിങ്ങളുടെ ഭാഗം ക്ലിയർ ഔട്ട് ചെയ്യണം. അപ്പോൾ ബലം പ്രാപിക്കും. അപ്പോൾ പിന്നെ എന്നാ സംഭവിക്കണമെന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക്കായിട്ട് വില്ലത്തരങ്ങളുള്ളവരെല്ലാം ഒഴിഞ്ഞു മാറും. ഇപ്പം എബ്രാഹത്തിൻ്റെ ഉടമ്പടിയിൽ ലോത്ത് ഒരു വില്ലനായിരുന്നു, സാറ ഒരു വില്ലനായിരുന്നു. ഞാൻ പറയും എബ്രാഹാം ഈ വില്ലന്മാരിൽ കാര്യം ലോത്ത് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സമ്മർദ്ദമുണ്ട്. ഈ സമ്മർദ്ദത്തെ പ്രതിരോധിക്കാനുള്ള സാറയുടെ നടപടിക്രമങ്ങളാണ് എബ്രാഹത്തെ ദൈവത്തിൻ്റെ കുഞ്ഞിനെ കാത്തിരിക്കണ മുമ്പ് ഹാഗറിനെ പ്രാപിക്കാൻ പ്രേരിപ്പിച്ചത്. ആദ്യത്തെ ലോത്ത് ശക്തിപ്പെട്ട് എബ്രഹാം മരിച്ചു പോവുകയും ലോത്തിൻ്റെ കയ്യിൽ സ്വത്ത് അകപ്പെട്ടു പോയാൽ സാറയുടെ ജീവിതം പ്രതിരോധത്തിലാകുന്നത് കണ്ടിട്ട് അവരുടെ സ്വന്തമായിട്ടുള്ള സെക്യൂരിറ്റിക്ക് വേണ്ടി എബ്രഹാത്തിന് ദുർവിനിയോഗിച്ചതാണ് സാറ. പക്ഷെ അത് ദൈവഹിതമല്ലായിരുന്നു ശരിക്കും പറഞ്ഞാൽ. അപ്പം അതുകൊണ്ട് തന്നെയാണ് അത്രയും ലാഗ് ചെയ്യണം, താമസിച്ച് വരും. നിങ്ങളുടെ പല കാര്യങ്ങളും താമസിക്കുന്നുണ്ടെങ്കിൽ ഓർക്കേണ്ട ഇതാണത്. കാര്യം ഞാൻ പറയുന്നതായിട്ട് വിഷയമായിട്ട് ഒത്തു പോകുന്നുണ്ടോ എന്ന് നോക്കണം. കാര്യം ഉടമ്പടി വില്ലനെ നിങ്ങൾ കണ്ടെത്തണം. കർത്താവിൻ്റെ വചനം പാലിച്ച് ജീവിക്കുന്നതിനും നിങ്ങളെ തടസ്സപ്പെടുന്ന വ്യക്തികളെ കണ്ടെത്തിയിട്ട് ആ തടസ്സം മാറ്റി മുന്നോട്ട് പോകണം. പ്രൈസ് ദി ലോർഡ്. Praise the Lord. Praise the Lord. Praise the Lord. കുറച്ച് നേരം ഒന്ന് ശ്രദ്ധിക്കണം. അങ്ങോട്ട് സംസാരിച്ചത് ഇരിക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് തന്നെ അത് പ്രയോജനം കിട്ടാതെ പോവുക. എപ്പോഴാണ് ഒരു അറിയിപ്പുണ്ട്, അത് കഴിഞ്ഞ് സംസാരിക്കാം. தமிழ்நாட்டிலிருந்து உடன்படிக்கை செய்வதற்காக வந்திருப்பவர்கள் அனைவரும் ஸ்டேஜின் மேலில் 4th ஃப்ளோரில் உடன்படி கிளாஸ் நடைபெற இருக்கின்றது. அதற்காக தமிழ்நாட்டிலிருந்து வந்திருக்கிற அனைவரும் அதில் கிளாஸில் உடன்படிக்கை கிளாஸில் பங்கெடுக்க வேண்டும் என்று அன்போடு கேட்டுக்கொள்கிறோம். പ്രൈസ് ദി ലോർഡ്. തൊണ്ട പോയിരിക്കുക. മിനിയാന്ന് അവിടെ ഞങ്ങളുടെ അവിടുത്തെ ക്ലാസ് ഉണ്ട്, കോയമ്പത്തൂർ. അത് ഹോള് മാറിയപ്പോഴത്തേക്കും ഒച്ച എടുത്തെടുത്ത് തൊണ്ട പോയി. ഒന്ന് പ്രാർത്ഥിച്ചോളണം. പ്രൈസ് ദി ലോർഡ്. ഒന്ന് ശ്രദ്ധിക്കുക. എന്താ കാര്യമെന്ന് വെച്ചാൽ, ഈ ഒരു ബോധ്യത്തോടെ എപ്പോഴും ഞാൻ പറയുന്ന പോലെ ഇരിക്കുക. അമ്മ മാതാവിൻ്റെ സാന്നിധ്യം നിറഞ്ഞ സ്ഥലമായത്. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ തന്നെ നിങ്ങളെ പ്രശ്നങ്ങൾ അമ്മ മാതാവിലേക്ക് നിങ്ങൾ കൈമാറിയിരിക്കുക.
അപ്പോൾ അതുകൊണ്ട് അതിനെക്കുറിച്ച് ഓർക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യം, അമ്മയെ ധ്യാനിക്കുക, വചനം ധ്യാനിക്കുക, പിന്നെ കുറേ സാക്ഷ്യം കേൾക്കുക. അനുഭവ സാക്ഷ്യം കേൾക്കുമ്പോൾ നമ്മളെ വിശ്വാസം വളരും. നമുക്ക് അനുഭവം, ദൈവാനുഭവം കിട്ടണമെന്നുണ്ടെങ്കിൽ അതിനാവശ്യം വിശ്വാസമാണ്. അപ്പോൾ വചനം കേൾക്കുമ്പോഴും അനുഭവ സാക്ഷ്യം കേൾക്കുമ്പോഴും ഉറപ്പായിട്ട് വിശ്വാസം വളരും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ആദ്യം നമ്മൾ ഇവിടെ വന്നിരിക്കുമ്പോൾ നമുക്ക് ദൈവത്തെക്കുറിച്ചൊരു ധാരണ ഉണ്ടാകണം. ദൈവത്തിൻ്റെ മനസ്സ് അറിയണം. ദൈവം ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കും. ദൈവം അളന്ന് നോക്കുന്നത് നിങ്ങളെ വിശ്വാസമാണ്. ഒരു ത്രാസിൽ വിശ്വാസം വെച്ചുകൊണ്ട് അപ്പുറത്ത് ദൈവം അനുഗ്രഹമാണ് വെച്ച് തരുന്നത്. നിങ്ങളുടെ വിശ്വാസം എത്ര കിലോ ഉണ്ടോ അത്രയും തന്നെ നിങ്ങൾക്ക് അനുഗ്രഹം ലഭിക്കും. ഇപ്പം വിശ്വാസം എങ്ങനെയാണെന്ന് വെച്ചാൽ, ദൈവത്തെക്കുറിച്ചുള്ള ബോധ്യം തന്നെയാണ് വിശ്വാസം. എൻ്റെ ദൈവം ആരാണ്, എൻ്റെ ദൈവത്തെക്കൊണ്ട് എല്ലാം സാധിക്കും, ഒരു ഉറച്ച ബോധ്യം തന്നെ ഉണ്ടാകണം അതിനെക്കുറിച്ച്. അതൊരു ചെറിയ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞാൽ, നമ്മൾ പ്രാർത്ഥിക്കുന്ന രീതിയുണ്ട്. നമ്മൾ എങ്ങനെയാണ്, എപ്പോഴാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ മഴയുടെ ഒച്ചയുള്ളപ്പോഴും വചനം കേൾക്കാൻ ബുദ്ധിമുട്ടി കേൾക്കുമ്പോഴാണ് കൂടുതൽ നിങ്ങൾക്ക് കൃപ ലഭിക്കുക. അപ്പോൾ എന്തൊക്കെ പ്രലോഭനം ഉണ്ടെങ്കിലും വചനം ശ്രദ്ധിക്കുക. അപ്പോൾ കൂടുതൽ അനുഗ്രഹം കിട്ടും. ദൈവം കൂടുതൽ അനുഗ്രഹം തരാൻ ആഗ്രഹിക്കുമ്പോൾ ഇതുപോലെ പ്രലോഭനങ്ങൾ കുറേ തരും. എൻ്റെ അനുഭവത്തിൽ വെച്ചാൽ ഞാൻ പറയണം. അപ്പോൾ നമ്മൾ എപ്പോഴാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് വെച്ചാൽ, സാധാരണഗതിയിൽ നമുക്ക് നമ്മളെ ഭവനം നഷ്ടപ്പെട്ട് എന്നിട്ട് വാടക വീട്ടിൽ കയറി, വാടക കൊടുക്കാൻ പറ്റിയില്ല. വാടകക്കാർ 5-6 മാസമായിട്ട് വാടക കൊടുക്കാൻ പറ്റിയിട്ടില്ല. വാടകക്കാർ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടപ്പോഴും അന്ന് രാത്രി എവിടെ പോകണമെന്നറിയാതെ വഴിയിലിങ്ങനെ ഇരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വഴിയിലിരിക്കുമ്പോൾ മഴ പറയുക, കയറിയിരിക്കാൻ സ്ഥലമില്ല. മഴ വരുമ്പോഴത്തേക്ക് മഴയും നനയുമ്പോൾ കരയാതെ പിറുവിറുക്കാതെ അവിടെ മുട്ടിപ്പേ നിന്ന് കയ്യും പൊക്കി ദൈവത്തോട്, ദൈവമേ എനിക്ക് നീ ഈ നാട്ടിൽ ഉള്ള ഏറ്റവും വലിയ വീട് എനിക്ക് തരണേന്ന് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റിയ നിങ്ങളുടെ പ്രാർത്ഥന വലുതാണ്. പ്രൈസ് ദി ലോർഡ്. ആ പ്രാർത്ഥന കേൾക്കപ്പെടും. നിങ്ങളെ മകൻ പരീക്ഷയ്ക്ക് ഫസ്റ്റ് ക്ലാസ് കിട്ടണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ച്, അപ്പോൾ എന്നാലേ അവനിക്ക് ഏതെങ്കിലും ഒരു PSCയുടെ ജോലി കിട്ടുള്ളൂ. പക്ഷെ മാർക്ക് കിട്ടിയപ്പോഴത്തേക്ക് അവൻ ഫെയിലായിട്ടാണ് വന്നത്. അടുത്തുള്ള കുട്ടികൾക്കൊക്കെ നല്ല മാർക്കാണ്. അപ്പം അവിടെ ഇരുന്ന് കരച്ചിലും ബഹളവും വഴക്കും ഇല്ലാതെ മുട്ടിപ്പേ നിന്ന് അമ്മയോടും ഈശോയോടത്തും, എൻ്റെ മകന് IAS പാസ്സാകണേ ദൈവമേ, IAS തരണേന്ന് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റിയ നിങ്ങളെ വിശ്വാസം വലുതാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നിങ്ങൾക്ക് ഭക്ഷണത്തിന് ഒന്നുമില്ല, പഴങ്കഞ്ഞി പോലും ഇല്ല. ആ സമയത്ത് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റിയ അടുത്ത പെരുന്നാളിന്
ഞാൻ 1000 പേർക്ക് സദ്യ കൊടുക്കണേ ദൈവമേ, അതിനെന്നെ അനുഗ്രഹിക്കണം നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റിയാൽ നിങ്ങളെ വിശ്വാസം വലുതാണ്. ആ പ്രാർത്ഥനയൊക്കെ കേൾക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ പ്രതികൂല സാഹചര്യത്തിൽ നിങ്ങൾക്ക് ദൈവത്തെക്കുറിച്ച് ഉറച്ച ബോധ്യം ഉണ്ടെങ്കിൽ, പ്രത്യാശയോടെ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റിയ ആ പ്രാർത്ഥനയൊക്കെ കേൾക്കപ്പെടും. നമ്മളെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, പ്രതികൂല സാഹചര്യം വരുമ്പോഴത്തേക്കും നമ്മൾ ദൈവത്തിനും നമ്മളെ സ്റ്റാൻഡേർഡിൽ അങ്ങോട്ട് കണക്കാക്കും, എന്നിട്ട് പ്രാർത്ഥിക്കില്ല, കരയേ ചെയ്യുള്ളൂ. ഞാൻ ഇത്രയും കാലം പ്രാർത്ഥിച്ചിട്ട് എനിക്കെന്തുണ്ടായി? ഞാൻ ഇത്രയും ധ്യാനം കൂടിയിട്ട് എനിക്കെന്തായി? ഞാൻ ഇത്രയും കുർബാന കൂടി എനിക്കെന്താ? അപ്പോൾ നമ്മൾ തന്നെ അങ്ങോട്ട് കണക്ക് കൂട്ടും, എനിക്കെന്തോ ശാപം കിട്ടിയിരിക്കുകയാണ്. പിന്നെ ഒരു ധാരണയിലേക്ക് എത്തും, എൻ്റെ പ്രാർത്ഥന ഒന്നും ദൈവം കേൾക്കണില്ല. കുറേ കൂടി കഴിഞ്ഞാൽ ദൈവം ഉണ്ടാകുന്ന ഒരു സംശയം തോന്നിക്കും. പ്രൈസ് ദി ലോർഡ്. നമ്മളെ പ്രതികൂല സാഹചര്യത്തിൽ ഏറ്റവും വലുത് നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റിയ അത് ദൈവത്തിനെ നിങ്ങൾ മഹത്വപ്പെടുത്തുക. റോമ 4-ാം അധ്യായം 20-ാം വചനം, നിങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ നിങ്ങളുടെ വിശ്വാസം വളരും, വിശ്വാസം ശക്തിപ്പെടും. ആ വിശ്വാസം നിങ്ങൾക്ക് മതി ദൈവാനുഭവം കിട്ടാൻ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ എല്ലാ പ്രതികൂല സാഹചര്യത്തിലാണ് നിങ്ങൾക്ക് ദൈവാനുഭവം കിട്ടാനുള്ള യോഗ്യതയും അവസരവും. അത് പാഴാക്കി കളയരുത്, കരഞ്ഞ് പാഴാക്കി കളയരുത്. ആ സമയത്താണ് ശക്തമായിട്ട് ദൈവത്തിന് പ്രത്യാശ അർപ്പിക്കേണ്ടത്. ആ സമയത്താണ് കൂടുതൽ സ്തുതിക്കേണ്ടത്, കൂടുതൽ നന്ദി പറയേണ്ടത്. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ പലവരും കൗൺസിലിങ്ങിന് വരുമ്പോൾ എല്ലാവർക്കും സംശയം എന്താണെന്ന് വെച്ചാൽ, തീരുമാനം എടുക്കാൻ പറ്റണില്ല. ഏത് കാര്യത്തിലും തീരുമാനം എടുക്കാൻ പറ്റണില്ല. മകളെ കനഡയ്ക്ക് വിടണ, ഇല്ല ഇവിടെ പഠിപ്പിക്കണ, ഞാൻ ഈ ജോലി നോക്കണം, ഇല്ല ഈ ജോലി നോക്കണം, ഇല്ല വീട് വയ്ക്കാൻ ലോൺ വാങ്ങിക്കണ, ഇല്ല ഇപ്പം വീട് വെക്കണ വേണ്ടേ? ദൈവഹിതം എന്താണെന്ന് മനസ്സിലാകണില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവഹിതം, ദൈവത്തിൻ്റെ പദ്ധതി മനസ്സിലാക്കാൻ പറ്റണില്ല. ദൈവത്തിൻ്റെ പദ്ധതി നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഏറ്റവും വലിയ ഭാഗ്യമാണ്. അതിനേക്കാളും വലിയ അനുഗ്രഹം വേറെ ഒന്നുമില്ല. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് ദൈവത്തിൻ്റെ പദ്ധതി എനിക്ക് മനസ്സിലാക്കി കിട്ടണമെന്ന്? എല്ലാവർക്കും സംശയമാണ്. എന്താ കാര്യമെന്ന് വെച്ചാൽ, ദൈവത്തിൻ്റെ പദ്ധതി ജെറമ്യാ 29:11, എൻ്റെ പദ്ധതി നിൻ്റെ നന്മയ്ക്കായിരിക്കും, ഉറപ്പായിട്ട് നന്മയ്ക്കായിരിക്കും, അത് നാശത്തിനില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവത്തിൻ്റെ പദ്ധതിയും ദൈവത്തിൻ്റെ മനസ്സും അറിഞ്ഞു കഴിഞ്ഞാൽ, ആ ദൈവ മനസ്സിൽ നമ്മൾ തീരുമാനം എടുക്കാൻ പറ്റിയ അത് ഉറപ്പായിട്ട് നമുക്ക് നന്മയ്ക്കായിരിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ദൈവ പദ്ധതി മനസ്സിലാക്കുക? നമ്മൊരു തീരുമാനം എടുക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ ഒരു കാര്യം ചെയ്യുമ്പോൾ, ഒരു തീരുമാനം എടുക്കുമ്പോൾ, ഇത് ദൈവ പദ്ധതിയാണ്, ദൈവത്തിൻ്റെ മനസ്സുണ്ടാ, ദൈവത്തിൻ്റെ തിരുമനസ്സാണ് ഇല്ല, അതെങ്ങനെ മനസ്സിലാക്കാം? അതിലാണ് പലവരെയും ജീവിതം അവിടെ തടസ്സപ്പെട്ട് നിൽക്കുന്ന, മുന്നോട്ട് പോകാൻ പറ്റാതെ നിൽക്കുന്ന പലവരുടെ ജീവിതത്തിലും കടം കയറി, വീട് പകുതിക്ക് നിൽക്കുക, ജോലി പോയി, വിദേശത്തിൽ പോയും കടം തീർന്നില്ല. പലവരും വിളിക്കാറുണ്ട്, വിദേശത്തിൽ പോയതാ, കടം തീർക്കാൻ വേണ്ടി പോയതാ, അപ്പം അവിടെ കടമായിട്ട് തിരിച്ചിങ്ങോട്ട് മറ്റേ പാസ്പോർട്ട് കിട്ടണില്ല, ആ കടം തീർത്താലേ ഇങ്ങോട്ട് തിരിച്ച് കയറി വരാൻ പറ്റുള്ളൂ. എത്രയോ കൊല്ലമായിട്ട് അവിടെ നിൽക്കുക. പ്രൈസ് ദി ലോർഡ്. ഇതൊക്കെ തീരുമാനം എടുക്കുന്നത് തെറ്റായ തീരുമാനത്തിൽ പോകുമ്പോൾ പ്രശ്നങ്ങളുണ്ടാകും, തടസ്സങ്ങളുണ്ടാകും. അത് ദൈവ പദ്ധതി എന്താണ്? ദൈവത്തിൻ്റെ തിരുമനസ് എൻ്റെ ജീവിതത്തിൽ എന്താണ്
അത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. അത് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും. നമ്മൾ ജീവിതം ദൈവ പദ്ധതി അനുസരിച്ച് നമ്മൾ നയിക്കുമ്പോഴത്തേക്കും അത് എത്തിച്ചേരുന്നത് നമ്മളെ ഉയർച്ചയിലേക്കും നമ്മുടെ നന്മയ്ക്കും ആയിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിൻ്റെ തിരുമനസ്സറിയുക. ഫിലിപ്പിയർ 2-5 ദൈവത്തിൻ്റെ മനസ്സ് അറിയുക. ദൈവത്തിൻ്റെ മനസ്സിൻ്റെ അകത്ത് എന്താ പദ്ധതിയുള്ളത്, എന്നെക്കുറിച്ചുള്ള പദ്ധതി എന്താണ്, അതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിൻ്റെ മനസ്സറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എല്ലാം സുഖമായി, ഈസി ആയിട്ട് നമുക്ക് കൈകാര്യം ചെയ്യാം, തീരുമാനം എടുക്കാൻ ഈസിയായി. ആ തീരുമാനത്തിൽ ഒരിക്കലും നമുക്കൊരു പരാജയം ഉണ്ടാകില്ല, നമുക്കൊരു നഷ്ടം ഉണ്ടാകില്ല, വഴിക്ക് വെച്ച് നമ്മൾ കടക്കില്ല, നമ്മളെ ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തുകയും ചെയ്യും. അപ്പോൾ ഇത് ശ്രദ്ധിച്ച് കേൾക്കുക. ഇത് കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതെൻ്റെ അനുഭവം വെച്ചാൽ ഞാൻ പറയണം. ദൈവ പദ്ധതി വലിയ കാര്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദൈവത്തിനോടുള്ള ബോധ്യം വലിയ കാര്യമാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതൊക്കെ കുറേ സാക്ഷ്യം പറഞ്ഞാൽ എന്നാലും പറയുക, ഞാൻ പറഞ്ഞല്ലേ, പ്രതികൂല സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചോദിച്ചാലും അത് ലഭിക്കും. നമുക്ക് ചോദിക്കാൻ പറ്റണം. അത് കറഞ്ഞുകൊണ്ടില്ല, ബോധ്യത്തോടെ സന്തോഷത്തോടെ ദൈവത്തോട് ചോദിക്കാൻ പറ്റിയ നമുക്കത് ലഭിച്ചിരിക്കും. ഞാൻ ചോദിച്ചത് എൻ്റെ കയ്യിൽ 1000 രൂപ പോലും ഇല്ലാത്ത സമയത്താണ് ഞാനൊരു കച്ചവടം തുടങ്ങണം അമ്മ മാതാവി എന്ന് പറഞ്ഞ് ഞാൻ മുട്ടിപ്പേ നിന്ന് ചോദിച്ചത്. ഞാൻ അതിനെക്കുറിച്ച് ആലോചിച്ചില്ല. ആ കച്ചവടം എന്ന് പറഞ്ഞാൽ ഞാൻ ചോദിച്ച ബിസിനസ് ഗവൺമെൻറ് കോൺട്രാക്റ്റാണ്. അതിന് കുറഞ്ഞത് 5 കോടി രൂപ കയ്യിലുണ്ടാകണം. അത്രയും കാശും ഉണ്ടാകണം, അത്രയും നമുക്ക് പരിചയവും അതിനെക്കുറിച്ച് എക്സ്പീരിയൻസും ഉണ്ടെങ്കിലേ അത് ചെയ്യാൻ പറ്റൂ. പക്ഷേ 1000 രൂപ തികച്ചില്ല. എൻ്റെ ശമ്പളം അന്ന് 1600 രൂപ തികച്ചില്ല. വീട്ടിൽ ചിലവും കഴിഞ്ഞിട്ട് ആ പൈസ ഇല്ലാത്തപ്പോഴാണ് ഞാൻ അമ്മയോട് മുട്ടിപ്പേ നിന്ന് ചോദിച്ചത്. ആ കാശ് പോലും കുറയുമെന്നായി. ആ കിട്ടുന്ന ശമ്പളവും കൂടുന്നതിന് പകരം കുറഞ്ഞ്. അത് അവർ കമ്മീഷനാണ് കുറച്ച് 400 രൂപ തന്നെ, അത് ആ മാസം കമ്മീഷനും ഇല്ല. അപ്പോൾ 1200 രൂപ കഷ്ടിച്ച് കിട്ടും, അതിന് വീട്ടിൽ ചിലവും കഴിച്ച്. അപ്പോൾ ആ സമയത്ത് അമ്മയുടെ മുമ്പിൽ പോയിട്ട് ഞാൻ ചോദിച്ച, അമ്മ എനിക്ക് ഗവൺമെൻറ് കോൺട്രാക്റ്റ് തന്നെ തുടങ്ങണം കേട്ടോ, അതിൻ്റെ കൂടെ പറയണം നിന്നെക്കൊണ്ട് സാധിക്കും. പ്രൈസ് ദി ലോർഡ്. അത് അമ്മയെക്കൊണ്ട് മാത്രമേ സാധിക്കൂ. അതിൽ നിൻ്റെ വിശ്വാസം, നീ ചോദിക്കുന്നത് നിൻ്റെ കയ്യിൽ 1 കോടി രൂപ വെച്ചിട്ട് എനിക്ക് 10 ലക്ഷം രൂപയുടെ ഒരു സാധനം വേണമെന്ന് ചോദിക്കുമ്പോഴത്തേക്കും അതിൽ വിശ്വാസമില്ല. നീ 1 കോടി രൂപയുടെ മാർഗം കണ്ടെത്തി വെച്ചിട്ട് നീ ഒരു കാര്യം, നമ്മളൊക്കെ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ മാർഗം കണ്ടുവയ്ക്കും. എന്നിട്ട് അമ്മയ്ക്ക് ഐഡിയ പറഞ്ഞു കൊടുക്കും, ഈശോയ്ക്ക് ഐഡിയ പറഞ്ഞു കൊടുക്കും. ഞാനിത് ഇവിടെ ഈ സ്ഥലം വിൽക്കാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ, ആ സ്ഥലം എനിക്ക് വിറ്റിട്ട് അത് ഈ വിലയ്ക്ക് തന്നെ വിൽക്കണം, എന്നിട്ട് അത് വിറ്റ് കുറച്ച് കടവും തീർത്ത് എൻ്റെ മകളുടെ കല്യാണം കഴിപ്പിക്കണം. പ്രൈസ് ദി ലോർഡ്. നമ്മളുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ദൈവത്തിന് എന്നെ ഐഡിയ പ്ലാനിങ് പദ്ധതി പറഞ്ഞു കൊടുക്കും. അതാണ് കുഴപ്പം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അത് പലപ്പോഴും എന്നോട് വന്ന് ചോദിക്കുന്നത് എങ്ങനെയാണ്, ബ്രദറെ എൻ്റെ സ്ഥലം വിൽക്കണം, അതിനു വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയും. അപ്പോൾ ഞാൻ ചോദിക്കും, സ്ഥലം ഇപ്പം എന്താ അത്യാവശ്യം? അപ്പോൾ പറയും, എനിക്ക് മകളുടെ കല്യാണം കഴിപ്പിക്കണം, കയ്യിൽ പൈസയില്ലെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞ്, അതിന് മകളുടെ കല്യാണം കഴിഞ്ഞ് കിട്ടണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ പോരെ? നമുക്ക് സ്ഥലം വിറ്റ് കല്യാണം നടത്തണം, അത് നമ്മളുടെ ബലഹീനതയാണ്. പക്ഷെ ദൈവത്തിന് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. സ്ഥലം വിറ്റ് കല്യാണം നടത്തി തരണമെന്നുള്ള ഗതിയോടൊന്നും ദൈവത്തിന് വന്നിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന് അങ്ങനെ തന്നെ സ്ഥലം വിൽക്കേണ്ട, ഒന്നും വിൽക്കേണ്ട, നിൻ്റെ കല്യാണം നടത്തി തരാൻ പറ്റും. നിൻ്റെ മകളുടെ കല്യാണം ഭംഗിയായിട്ട്, ഈ ലോകത്തിലെ ഏറ്റവും ഭംഗിയായിട്ട് നടത്തി തരാൻ ദൈവത്തിന് സാധിക്കും. ആ ബോധ്യം എന്താ നമുക്കില്ലാതെ പോയത്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുപോലെ പ്രതികൂല സാഹചര്യം വരുമ്പോഴത്തേക്കും നമ്മൾ പ്രാർത്ഥിക്കില്ല. ഞാൻ പ്രാർത്ഥിച്ചത് പ്രതികൂല, ഇതൊക്കെ അനുഭവം വെച്ചാൽ പറയണത്. ഞാൻ ഇത്
+2 പഠിക്കുക, പ്രീ ഡിഗ്രിക്ക് പഠിക്കുക, കൊച്ചിൻ കോളേജിലാണ് പഠിക്കണം. അപ്പോൾ പാണ്ടിക്കുടിയിൽ ഒരു ചെറിയ വീടിന് വെച്ചാൽ ആസ്പെറ്റോസിട്ട് ഒരു വീടാണ്. ആകെ എല്ലാം കൂടി വീട് ഒരു 150 സ്ക്വയർ ഫീറ്റ് ഉണ്ടാവും. ഒറ്റ മുറിയും ഒരു അടുക്കളയും ഉണ്ട്, ചെറുത് ആസ്പെറ്റോസിട്ട് വീടാണ്. അവിടെ ഞങ്ങൾ താമസിക്കുമ്പോൾ ആദ്യമായിട്ടാണ് കാണുന്നത്. അമ്മയുടെ തറവാട്ടിലാണ് താമസിച്ചത്. അവിടെ നിന്ന് പുറത്ത് പോകേണ്ടി വന്ന്, അപ്പോൾ അങ്ങനെ ഞാൻ, അച്ഛൻ, അനിയത്തി, അമ്മ 4 പേരുണ്ട്. ഒറ്റ കട്ടിൽ മാത്രമേ ആ റൂമിലിരിക്കുള്ളൂ. ചെറിയ സ്ഥലമാണ്. രാത്രി സമയത്ത് ഒരു ദിവസം നോക്കുമ്പോഴത്തേക്ക് നല്ല മഴ, പവർ കട്ടുമായി. അപ്പോൾ എവിടെയൊക്കെ വയർ കട്ടായി, കറണ്ടും ഇല്ല. ഒരു മണ്ണെണ്ണയുടെ വിളക്ക് കത്തിച്ച് വെച്ചിരിക്കുക. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നോക്കുമ്പോഴത്തേക്ക് വീടിൻ്റെ അകത്ത് വെള്ളം കയറി, മുട്ടിപ്പിൻ്റെ ഈ കട്ടിലിൻ്റെ ഇച്ചിരി താഴെ വരെ വെള്ളമുണ്ട്. ഞങ്ങൾ 4 പേരും കട്ടിലേക്ക് കയറി ഇങ്ങനെ ഇരിക്കുക. രാത്രി ഒരു മണിയെങ്കിലും ഉണ്ടാവും. അപ്പോൾ അവിടെ ഇരുന്നുകൊണ്ട് കാല് താഴെ വയ്ക്കാൻ പേടിയാണ്. പാമ്പ് എന്തെങ്കിലും ഉണ്ടാകുമെന്ന് വെച്ച് പേടിയാണ്. പക്ഷേ എൻ്റെ വീട്ടിൽ അമ്മ മാതാവിൻ്റെ ഒരു പടം വെച്ചിട്ടുണ്ടാകുന്നു. ഞങ്ങൾ ഹൈന്ദവരാണ് അന്ന്. ഇപ്പോഴാണ് ജ്ഞാനസ്ഥാനം എടുത്തത്. പക്ഷെ അവിടെ ഇരുന്നുകൊണ്ട് ഒന്നുമില്ല, കാരണം കിടന്നുറങ്ങാൻ പറ്റില്ല. വെള്ളം ഇനി കട്ടിലിൻ്റെ മുകളിൽ കയറുവാന്നുള്ള പേടിയാണ്. അപ്പം അങ്ങനെ നിൽക്കുക. ആദ്യമായിട്ട് കാണുക ജീവിതത്തിൽ. അവിടെ ഇരുന്നുകൊണ്ട് അമ്മയോട് നോക്കിയിട്ട്, അതൊക്കെ അമ്മ ചെയ്യിപ്പിച്ചതാണ്. അന്നൊന്നും എനിക്ക് ആരും പറഞ്ഞു തന്നിട്ടില്ല, പരാതിയൊന്നും പറഞ്ഞില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ ഓർത്ത്, എപ്പോഴും ഞാൻ കൊച്ചിൻ കോളേജിൽ പോകുന്നത്, ഞങ്ങൾ പാണ്ടിക്കുടി ഇരുന്ന് കൂവപ്പാടം ഒരു റോഡുണ്ട്, ആ റോഡിൽ കൂടി നടന്ന് അവിടെ ഒരു ദിവസം പോകുമ്പോഴത്തേക്ക് നല്ല തിരക്ക്. അവിടെ തിരക്കുള്ള ഒരു വീടിൻ്റെ മുമ്പിൽ ഭയങ്കര തിരക്ക്. പോകുമ്പോഴത്തേക്ക് ആ വീട് വലിയ കൊട്ടാരം പോലത്തെ വീടാണ്. കൊച്ചിയിൽ ഞാൻ അതുപോലത്തെ വീട് കണ്ടിട്ടില്ല. മുമ്പിൽ തന്നെ സ്വിമ്മിംഗ് പൂളൊക്കെ. അവിടെ മമ്മൂട്ടിയുടെ സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുക അതിൻ്റെ അകത്ത്. അപ്പോൾ കൂട്ടത്തിൽ നിന്ന് നോക്കി. ഞാൻ ഷൂട്ടിംഗ് ഒന്നും നോക്കിയില്ല, ഞാൻ വീട്ടിലേക്കാണ് നോക്കി. അത്രയും നല്ല വീടാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ അവിടെ ഇരുന്നുകൊണ്ട്, എനിക്കവിടെ അത് സ്വന്തം വീട് പോലും ഇല്ല, കാല് താഴെ വയ്ക്കാൻ പറ്റില്ല, കട്ടിലേ നിൽക്കുക. ഒന്ന് വെള്ളം എടുക്കാൻ പോകണമെന്നുണ്ടെങ്കിൽ പോകാൻ പറ്റില്ല, എടുക്കാൻ പറ്റില്ല. ആ സാഹചര്യത്തിൽ ഞാൻ അമ്മയോട് ചോദിച്ചാൽ എനിക്ക് നല്ല ഓർമ്മയുണ്ട്, അമ്മ മാതാവേ നല്ലൊരു വീട് തന്നെ. അതിൻ്റെ കൂടെ ഞാൻ പറഞ്ഞത്, ഞാൻ അന്ന് ആ ഷൂട്ടിംഗ് നടന്നില്ലേ, ആ വീട് തന്നെ എനിക്ക് തന്നെ കേട്ടാ പറഞ്ഞത്. അതുപോലെ വേണമെന്ന് ഞാൻ ചോദിച്ചില്ല, പറഞ്ഞു പോയത് ആ വീട് തന്നെ വേണമെന്ന് പറഞ്ഞാൽ ചോദിച്ചത് ഞാൻ. പ്രൈസ് ദി ലോർഡ്. 8 കൊല്ലം കഴിഞ്ഞിട്ട് അമ്മ മാതാവിനൊരു സ്വഭാവമുണ്ട്, എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പതിച്ചു വെക്കും അത് ഹൃദയത്തിൽ. 8 കൊല്ലം കഴിഞ്ഞിട്ട് ആ വീട് തന്നെയാണ് എനിക്ക് തന്നത് അമ്മ. പ്രൈസ് ദി ലോർഡ്. അത് ആ വീട് ഒരിക്കലും അവർ വിൽക്കുകയില്ല. അത് അവന്യൂ റീജൻറ്റിൻ്റെ തറവാടാണ്. മറ്റേ ചോയ്സ് ഗ്രൂപ്പിൻ്റെയൊക്കെ വലിയ, അവരൊക്കെ ഭയങ്കര കോടീശ്വരന്മാരാണ്. പക്ഷേ അമ്മ അത് ആ സമയത്ത് ആ ഒരു സാഹചര്യം ഉണ്ടാക്കി അത് വിൽക്കാൻ അവർക്ക് അങ്ങനെ ഇടവരുത്തി. ആ സമയത്ത് എൻ്റെ കയ്യിൽ അതിൻ്റെ പൈസയും തന്ന് ആ വീട് എനിക്ക് തന്നത്. അപ്പോൾ ഇത് തന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ചോദിച്ച സാഹചര്യം എപ്പോഴാണ്, എങ്ങനെയാണ് ചോദിച്ചത്. ഒരിക്കലും കരയരുത് അമ്മയോട്. അമ്മയെ ചെറുതായിട്ട് കാണരുത്, ഈശോനെ ചെറുതായിട്ട് കാണരുത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവഹിതം, ദൈവത്തിന് പദ്ധതിയുണ്ട്. ദൈവം നമ്മളെ സൃഷ്ടിച്ചപ്പോൾ തന്നെ, നമ്മൾ ജനിക്കുന്നതിൻ്റെ മുമ്പ് തന്നെ ദൈവത്തിന് നമ്മളെക്കുറിച്ച് ഓരോരുത്തരെക്കുറിച്ച് ഓരോ പദ്ധതിയുണ്ട്. ആ പദ്ധതി നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ സുഖമാണ്. അപ്പോൾ ദൈവ പദ്ധതി എങ്ങനെയാണ് മനസ്സിലാക്കിയെടുക്കുക, അതിന് പരിശുദ്ധാത്മാവിനാൽ നമ്മൾ നയിക്കപ്പെടണം. പ്രൈസ് ദി ലോർഡ്. എന്തുകൊണ്ടാണ് അത്? 1 കൊരിന്ത്യർ 2-ാം അധ്യായം 10-ാം വചനം, പരിശുദ്ധാത്മാവ്, നിൻ്റെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ മനസ്സിൻ്റെ ആഴത്തിലേക്ക് പോയി ദൈവ പദ്ധതി നിനക്ക് വേണ്ടി അന്വേഷിച്ചെടുത്ത് തരും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പരിശുദ്ധാത്മാവ് നിൻ്റെ മുകളിലുണ്ടെങ്കിൽ നീ കറക്റ്റായിട്ടുള്ള തീരുമാനം എടുത്തോളും. നീ തെറ്റായ വഴിക്ക് പോയാലും നിന്നെ ആ വഴിയിലേക്ക് നടത്തില്ല. പരിശുദ്ധാത്മാവ് നിന്നെ നയിക്കും. ഏത് വഴിക്കാണ് നയിക്കാൻ പോകുന്നത്? ദൈവത്തിൻ്റെ മനസ്സിൻ്റെ അകത്ത് കയറി ദൈവത്തിൻ്റെ മനസ്സിൻ്റെ ആഴത്തിലേക്ക് പോയി ദൈവ പദ്ധതി കണ്ടെത്തി നിനക്ക് വേണ്ടി നിനക്ക് പറഞ്ഞു തരും. പ്രൈസ് ദി ലോർഡ്.
അങ്ങനെ നിന്നെ നയിക്കും. അപ്പം നീ തെറ്റിലേക്ക് പോകില്ല, തെറ്റായ തീരുമാനത്തിലേക്ക് നീ പോകില്ല. പ്രൈസ് ദി ലോർഡ്. ഇത് സീക്രട്ടാണ്, ഇത് രഹസ്യമാണ്. ഇത് മാത്രം ചെയ്താൽ മതി. പിന്നെ ഇത് എങ്ങനെ പരിശുദ്ധാത്മാവ് വരും അതൊക്കെ നമുക്കിപ്പോൾ ധ്യാനിക്കാം. പക്ഷേ ഇത് കറക്റ്റായിട്ട് ഈ മാസം പോകുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഒരു വചനം നമ്മൾ കേൾക്കുമ്പോഴത്തേക്കും അത് ഇവിടെ കേട്ടിട്ട് അവിടെ പുറത്തു പോകുമ്പോൾ വിട്ടുകളയാതെ ഇത്രയും കൊല്ലം എങ്ങനെയൊക്കെ ജീവിച്ച് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം, ഇതൊന്ന് ശ്രമിച്ച് നോക്കാം എന്ന് പറഞ്ഞ് ഒരു സമയം വയ്ക്കുക. ഒരു 15 ദിവസം എന്തായാലും ഇന്ന് വചനം കേട്ടതല്ലേ, 15 ദിവസം ഇതുപോലെ ഞാൻ നടക്കാം. 15 ദിവസം, കൂടുതൽ വേണ്ട. 15 ദിവസത്തിൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയാൽ പിന്നെ അത് കണ്ടിന്യൂ ചെയ്യുക. പ്രൈസ് ദി ലോർഡ്. പക്ഷേ അത് പരിപൂർണമായിട്ട് പാലിക്കണം, നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയിരിക്കും. ഹല്ലേലൂയ. അപ്പോൾ പരിശുദ്ധാത്മാവ് എങ്ങനെയാണ് നമുക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടുക? പരിശുദ്ധാത്മാവിനെ എങ്ങനെയാണ് കിട്ടുക? പരിശുദ്ധാത്മാവ് നമ്മളുടെ മുകളിൽ ഉള്ളപ്പോഴാണ് പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ ദൈവ തിരുമനസ് എന്താണെന്നുള്ളത് അത് ആഴത്തിലേക്ക് പോയി പദ്ധതി കണ്ടുപിടിച്ച് നമുക്ക് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് തീരുമാനം എടുക്കും. അപ്പോൾ ഇപ്പോൾ വേണ്ടിയത് പരിശുദ്ധാത്മാവ് നമുക്ക് വേണം. അപ്പോൾ പരിശുദ്ധാത്മാവിനാൽ നമ്മൾ നയിക്കപ്പെടണം. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമുക്കുണ്ടാകണം. അതെങ്ങനെയാണ് ഉണ്ടാകുക? അത് പരിശുദ്ധാത്മാവിനാൽ നമ്മൾ അഭിഷേകം ചെയ്യപ്പെടണം. അത് മത്തയു 12-ാം അധ്യായം 18-ാം വചനത്തിൽ പറയുകയാണ്. ദൈവം പറയുകയാണ്, ഞാൻ നിന്നിൽ പ്രസാദിച്ചിരിക്കുന്നു, എൻ്റെ മകനിൽ ഞാൻ, എൻ്റെ ദാസനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഞാൻ പ്രസാദിക്കുമ്പോൾ അവൻ്റെ മുകളിൽ ഞാൻ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ചെയ്തിരിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവം നിന്നിൽ പ്രസാദിച്ചു കഴിഞ്ഞാൽ ദൈവം നിനക്ക് പരിശുദ്ധാത്മാവിനെ അഭിഷേകം ആയിട്ട് തരും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവത്തിനെ സന്തോഷപ്പെടുത്തിയാൽ മതി. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഇത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞല്ലേ, ഈ 2 ആഴ്ച 15 ദിവസം ദൈവത്തിനെ സന്തോഷിപ്പിക്കുക. ദൈവത്തിനെ കുറേ സന്തോഷിപ്പിച്ച് കഴിയുമ്പോൾ ദൈവം നിനക്ക് പരിശുദ്ധാത്മാവിനെ അഭിഷേകമായിട്ട് തരും, ദാനമായിട്ട് തരും. അഭിഷേകം കൊണ്ട് നിറയ്ക്കും നിന്നിൽ. അപ്പം നീ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടും. നീ പരിശുദ്ധാത്മാവിൽ നയിക്കപ്പെടുമ്പോഴത്തേക്ക് നീ ദൈവ പദ്ധതിയൊക്കെ നിനക്ക് നീ തിരിച്ചറിയും, നിനക്ക് വെളിപ്പെടുത്തപ്പെടും ദൈവ പദ്ധതി എന്താണെന്ന്. ദൈവ പദ്ധതിയിലേക്ക് നീ നയിക്കപ്പെടുമ്പോഴത്തേക്കും നീ നന്മയിലേക്ക് നോക്കിപ്പോവും. പ്രൈസ് ദി ലോർഡ്. ഉയർച്ചയിലേക്ക് നീ നോക്കിപ്പോവും. നിൻ്റെ തടസ്സങ്ങൾ നിനക്ക് മാറും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പരിശുദ്ധാത്മാവ് കിട്ടണമെങ്കിൽ എങ്ങനെയാണ്? ദൈവത്തിനെ സന്തോഷിപ്പിക്കണം. അപ്പോൾ നീ പരിശുദ്ധാത്മാവിൽ നിറയും. അപ്പോൾ ദൈവത്തിനെ എങ്ങനെയാണ് സന്തോഷിപ്പിക്കുക? പ്രൈസ് ദി ലോർഡ്. ഇത് പോയിൻ്റാണ്. ആദ്യം ദൈവ തിരുമനസ്സറിയണം, ദൈവ പദ്ധതി അറിയണം. ദൈവ പദ്ധതി അറിയണമെന്നുണ്ടെങ്കിൽ നിനക്ക് പരിശുദ്ധാത്മാവാൽ നയിക്കപ്പെടണം. പരിശുദ്ധാത്മാവ് വേണം. പരിശുദ്ധാത്മാവ് എന്തുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് വേണ്ടിയത്? പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ മനസ്സിൻ്റെ ആഴത്തിലേക്ക് പോയി ദൈവ പദ്ധതി കണ്ടുപിടിച്ച് നിനക്ക് പറഞ്ഞു തരും. പ്രൈസ് ദി ലോർഡ്. നിന്നെ നയിക്കും. അപ്പോൾ പരിശുദ്ധാത്മാവ് എങ്ങനെയാണ് കിട്ടുക? ദൈവം പ്രസാദിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമുക്ക് കിട്ടുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തെ എങ്ങനെയാണ് പ്രസാദിപ്പിക്കുക? ദൈവത്തെ പ്രസാദിപ്പിക്കണമെങ്കിൽ സങ്കീർത്തനം ദൈവത്തിന് ബലിയായി കൊടുക്കണം. ദൈവത്തിന് ഇഷ്ടമുള്ള വിഷയം ബലിയായിട്ട് കൊടുക്കണം. ദൈവത്തിന് ഏറ്റവും ശ്രേഷ്ഠമായുള്ള ബലി നന്ദിയാണ്. സങ്കീർത്തനം 50:23. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് ഏറ്റവും ഇഷ്ടമുള്ള ബലി, ശ്രേഷ്ഠമായ ബലി നന്ദി പറച്ചിലാണ്. നീ 15 ദിവസം നീ ചെയ്യേണ്ടിയത് നിൻ്റെ എക്സസൈസിൻ്റെ ദിവസങ്ങളാണ്, പ്രാക്ടീസിൻ്റെ ദിവസങ്ങളാണ്. നീ ചെയ്യേണ്ടത് എല്ലാ കാര്യത്തിനും ദൈവത്തിന് നന്ദി പറയണം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് നന്ദി പറഞ്ഞിരിക്കണം. ദൈവത്തിന് നന്ദി എന്ന് പറഞ്ഞാൽ അതിൻ്റെ എതിർവശം എന്താണ്? പെരുവെറുക്കരുത്, കുറ്റം പറയരുത്. പ്രൈസ് ദി ലോർഡ്. ഈ 15 ദിവസം നീ തീരുമാനിക്കണം, ഈ നിമിഷം തൊട്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ പെരുവെറുക്കില്ല, എനിക്കതില്ല, എൻ്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയി, എനിക്ക് കടം കയറി, എനിക്കിനി രക്ഷയില്ല, എൻ്റെ മക്കളിങ്ങനെ ആയിപ്പോയി, എൻ്റെ ഭർത്താവ് ഇങ്ങനെയാണ്, എൻ്റെ ഭാര്യ എങ്ങനെയാണ്,
അമ്മയമ്മയെ കൊണ്ട് എനിക്ക് ശല്യമാണ്. പ്രൈസ് ദി ലോർഡ്. അയൽക്കാരൻ എനിക്ക് പ്രശ്നമുണ്ടാക്കിയ ഈ വീടങ്ങ് നശിഞ്ഞ വീടെങ്ങനെ വിറ്റുപോയാൽ മതിയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഇതൊക്കെ നമ്മളറിയാതെ പിറുവിരുത്ത് പോവുകയാണ്. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളുടെ മുകളിൽ വരാൻ തടസ്സം നമ്മൾ തന്നെ ഉണ്ടാക്കി കൊടുക്കുക. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇത് ശ്രദ്ധിക്കേണ്ടത്, എല്ലാ കാര്യത്തിലും നന്ദി പറയുക. എങ്ങനെയാണ് നന്ദി പറയുക? നമുക്ക് ഓർമ്മയുള്ള കാലം മുതൽ ഇന്ന് വരെ നിൻ്റെ ജീവിതത്തിൽ ദൈവം ഏതൊക്കെ നന്മ ചെയ്തിട്ടുണ്ടോ, നിനക്ക് അടയാളങ്ങൾ തന്നിട്ടുണ്ടോ, അതെല്ലാം ഒരു ബുക്കിൽ എഴുതി വയ്ക്കുക. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇത് കുറേ പേർക്ക് എന്താണെന്ന് വെച്ചാൽ, ഇത് എഴുതാൻ പറയുമ്പോഴത്തേക്കും അവർ പറയും എനിക്ക് ദൈവം ഇതുവരെ ഒരു നന്മയും ചെയ്തിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഞാൻ ജനിച്ചപ്പോൾ തൊട്ടേ ഈ ദാരിദ്ര്യത്തിലാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഒരു സുഖവും കണ്ടിട്ടില്ല. അപ്പോൾ പിന്നെ പറയേണ്ടത്, നന്ദി പറയേണ്ടത്, ദൈവമേ ഇപ്പോൾ ഞാൻ ജീവിച്ചിരിക്കുകയാണ്, നിൻ്റെ സാന്നിധ്യത്തിൽ ഞാൻ ഇപ്പം നിൽക്കുക, നിന്നെ പ്രാർത്ഥിക്കാനുള്ള അവസരം തന്നിരിക്കുകയാണ്. നന്ദി ദൈവമേ. എല്ലാവരുടെ ജീവിതത്തിലും നന്മ ദൈവം ചെയ്തിട്ടുണ്ട്, നിനക്ക് അടയാളങ്ങൾ തന്നിട്ടുണ്ട്. അതെല്ലാം എഴുതി വെച്ച് എപ്പോഴും നന്ദി പറയുക. ദൈവത്തിന് എപ്പോഴും നന്ദി പറയുക. നിൻ്റെ പ്രതികൂല സാഹചര്യത്തിലെല്ലാം നന്ദി പറയുക. നീ പെരുവിറുക്കരുത്, കുറ്റം പറയരുത്, എനിക്കിത് വേണം അത് വേണം, എനിക്ക് ഈ കുറവുകളുണ്ട്, ഒരിക്കലും പറയരുത്. എല്ലാ സാഹചര്യത്തിലും നിനക്ക് നന്ദി പറയാൻ പറ്റിയാൽ ദൈവം പ്രസാദിക്കും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് ഏറ്റവും ഇഷ്ടമുള്ള ബലി എന്ന് പറയുന്നത് നന്ദി പറച്ചൽ. നന്ദി പറഞ്ഞാൽ ദൈവത്തിന് ഏറ്റവും ഇഷ്ടമാണ്. ദൈവം പ്രസാദിക്കും. ദൈവം പ്രസാദിക്കുമ്പോൾ നിന്നെ പരിശുദ്ധാത്മാവിലാൽ നിറയ്ക്കും ദൈവം. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവ് എന്താ ചെയ്യുക? ദൈവ പദ്ധതി നിനക്ക് വെളിപ്പെടുത്തി തരും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നീ നാശത്തിലിരുന്ന് മാറി, പരാജയത്തിലിരുന്ന് മാറി, വിജയത്തെ നോക്കി നീ പോവും, ഉയർച്ചയെ നോക്കി നീ പോവും. പ്രൈസ് ദി ലോർഡ്. നിൻ്റെ ജീവിതത്തിലുള്ള തടസ്സങ്ങളെല്ലാം മാറണമെങ്കിൽ ഇന്ന് തീരുമാനം എടുക്കുക, ഞാൻ ഇന്ന് തൊട്ട് പിറുവിറുക്കില്ല, എൻ്റെ ജീവിതത്തിൽ ഞാൻ നന്ദി മാത്രമേ പറയൂ. പ്രൈസ് ദി ലോർഡ്. ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഒരു കാര്യം കൂടി പറഞ്ഞാൽ അത് നിങ്ങൾക്ക് മനസ്സിലാവും. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ പിറുപിറുക്കാതിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളായിട്ട് മാറും. പ്രൈസ് ദി ലോർഡ്. അത് ഫിലിപ്പിയർ 2-ാം അധ്യായം 14-ാം വചനം, നിൻ്റെ ജീവിതത്തിൽ നീ തർക്കിക്കുകയും പിറുപിറുക്കുകയും ചെയ്തില്ലെങ്കിൽ നീ ദൈവ മക്കളായിട്ട് മാറും. പ്രൈസ് ദി ലോർഡ്. അപ്പം ദൈവ മക്കളായിട്ട് മാറുമ്പോഴത്തേക്കും, ദൈവത്തിൻ്റെ മകനും മകളുമായിട്ട് പരിപൂർണമായിട്ട് നീ മാറുമ്പോഴത്തേക്കും നീ എപ്പോഴും പരിശുദ്ധാത്മാവിൽ നിറയ്ക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവിൽ നയിക്കപ്പെടും. നീ ദൈവ പദ്ധതിയിൽ തന്നെ നീ നടക്കുകയുള്ളൂ. നീ തെറ്റായ തീരുമാനങ്ങൾ എടുക്കില്ല. നീ തെറ്റായ തീരുമാനം എടുക്കാൻ പോയാലും ദൈവം പിടിച്ച് നിന്നെ വഴിയിലേക്ക്, ട്രാക്കിലേക്ക് കൊണ്ടുവരും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ കരം എപ്പോഴും നിൻ്റെ മുകളിലുണ്ടാകും. നീ എന്ത് തെറ്റായ തീരുമാനം എടുത്താലും ദൈവം പിടിച്ച് നിന്നെ, ഇതില്ല എൻ്റെ പദ്ധതി, ഇതാണ് എൻ്റെ പദ്ധതി എന്ന് പറഞ്ഞ് ദൈവം നടത്തിക്കും. നീ നന്മ മാത്രമേ നിൻ്റെ ജീവിതത്തിൽ കാണൂ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, പരിശുദ്ധാത്മാവ് നിറയാൻ വേണ്ടിയിട്ട് വർക്ക് ചെയ്യണം, ജോലി ചെയ്യണം. ഇത് എനിക്ക് എങ്ങനെയാണ് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഞാൻ മനസ്സിലാക്കിയത് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ മുമ്പിൽ 2 പേരുണ്ട്. ഞാൻ ഇപ്പോൾ നിങ്ങളെ പരിചയപ്പെടുത്താം, ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ കൃപാസനം കോയമ്പത്തൂർ മിഷൻ ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഇപ്പോൾ കുറേ പേരുണ്ട്. 500 പേര് സ്ഥിരമായിട്ട് വരുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. അത് ഒരേ പ്രാവശ്യം വന്നവർ വരില്ല, പിന്നെ വരും, പിന്നെ കുറച്ച് കഴിഞ്ഞ് അങ്ങനെ വരും. അത് ദൈവം അത് പദ്ധതി ഉണ്ടായിരിക്കുക. എന്താണെന്ന് വെച്ചാൽ ഹോള് എത്ര പേര് കൊള്ളുമോ അത്രയും പേര് മാത്രമേ ദൈവം കൊണ്ടുവരാറുള്ളൂ. ഹോള് നിറഞ്ഞിരിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഹോള് ഞാൻ വലുതാക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ എന്ത് ചെയ്തത്, ഹോള് റിപ്പയർ ആണെന്ന് പറഞ്ഞാൽ മുകളിൽ കുറച്ചുകൂടി വലിയ ഹോളാണ്, ഞങ്ങളുടെ 3-ാമത്തെ നിലയിൽ വലിയ ഹോളാണ്. അത് പോയി നോക്കുമ്പോഴത്തേക്ക് ആ ഹോള് നിറഞ്ഞ്, അത് കൂടുതൽ അന്നത്തെ ദിവസം ദൈവം കൂടുതൽ ആൾക്കാരെ കൊണ്ടുവന്നു അങ്ങോട്ട്. അപ്പോൾ ഹോള് നിറയുന്ന എത്ര ചെയറുണ്ടോ ആ ചെയർ നിറഞ്ഞ് കുറച്ച് ആൾക്കാർ നിൽക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവം
അമ്മ മാതാവിലേക്ക് നമ്മളെ ജീവിതത്തെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ദൈവം ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. അതേപോലെ ദൈവത്തിൻ്റെ സാന്നിധ്യത്തോടുള്ള ബോധ്യം നിങ്ങൾക്ക് ഉണ്ടാകണം. നമുക്കെല്ലാവർക്കും ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, പലവരും പറഞ്ഞ് നമുക്ക് കിട്ടിയ അനുഭവമൊക്കെ നമ്മൾ മറക്കും. പിന്നെ കുറേ അനുഭവം ആരെങ്കിലുമൊക്കെ പറഞ്ഞാൽ കുറച്ച് കേൾക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് നല്ലൊരു ബോധ്യം ഉണ്ടാവും, വിശ്വാസം ഉണ്ടാവും. പിന്നെ 1 മണിക്കൂർ കഴിഞ്ഞാൽ അത് ഇച്ചിരി കുറഞ്ഞ്, പിന്നെ 1 ദിവസം കഴിഞ്ഞാൽ അത് കുറച്ചുകൂടി കുറഞ്ഞ്, പിന്നെ ഒരാഴ്ച കഴിഞ്ഞാൽ ഒരു പകുതിയായിട്ട് കുറഞ്ഞ്, കുറേ ദിവസം കഴിഞ്ഞാൽ അത് കുറഞ്ഞു പോയി. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെയൊക്കെ കാരണം എന്താണെന്ന് വെച്ചാൽ, ജീവിതത്തിൽ പിറുപിറുക്കുക ചെയ്യണം, നന്ദി പറയാൻ നമ്മൾ മറന്നിരിക്കുക. എപ്പോഴും നെഗറ്റീവ് മാത്രമേ നമ്മൾ സംസാരിക്കുക. നന്ദി പറയുമ്പോഴാണ് ദൈവത്തെ നമ്മൾ മഹത്വപ്പെടുത്തുക. നമ്മൾ കുറ്റം പറയുമ്പോൾ, കുറവ് പറയുമ്പോൾ നമുക്ക് ദൈവത്തെക്കുറിച്ചുള്ള ബോധ്യം കുറഞ്ഞ്. പ്രൈസ് ദി ലോർഡ്. നന്ദി പറയുമ്പോൾ നിൻ്റെ ജീവിതത്തിൽ നിനക്ക് പ്രത്യാശയുണ്ട്. റോമ 5:5 നിൻ്റെ പ്രത്യാശ നിന്നെ ഒരിക്കലും നിരാശപ്പെടുത്തില്ല. ഒരു കാലത്തും നിരാശപ്പെടില്ല നീ. നന്ദി പറയണവർക്ക് എല്ലാവരും പ്രത്യാശയോടെയാണ് നന്ദി പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഞാൻ എല്ലാ വെള്ളിയാഴ്ചയും ഞങ്ങൾക്ക് കോയമ്പത്തൂർ പ്രാർത്ഥനയായി. ഇപ്പോൾ 12 മണിക്കാണ് അഖണ്ഡ ജപമാല. 12 തൊട്ട് 5 മണി വരെ അഖണ്ഡ ജപമാലയാണ്. പിന്നെ അത് കഴിഞ്ഞാൽ 5:30 5 തൊട്ട് 5:30 മണി വരെ ഞങ്ങളുടെ കൊയർ ക്ലാസ് പ്രാക്ടീസ് ഉണ്ട്. പിന്നെ ജപമാല ക്ലാസ് ഉണ്ട്. അങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. എന്നിട്ട് അത് കഴിഞ്ഞാൽ 6 മണിക്ക് സ്തുതിപ്പും പാട്ടുവാ. പിന്നെ ഒരു കൊന്തയും കൂടി ചൊല്ലും. അത് കഴിഞ്ഞ് 7 മണിക്ക് എൻ്റെ സ്പീച്ചാണ്. 7 തൊട്ട് 8 8:15 വരെ സ്പീച്ചാണ്. അത് അങ്ങനെയാണ്. 8 8:30 മണിക്ക് ഡിസ്പോസ് ചെയ്യും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇതെന്താ കാര്യം എന്ന് വെച്ചാൽ, കുറേ പേര് അങ്ങനെ വരും. അവിടെ അച്ഛനും ഞാനും വേളാങ്കണ്ണി പ്രാർത്ഥിച്ചപ്പോൾ അച്ഛനാണ് പറഞ്ഞത് കോയമ്പത്തൂർ പ്രാർത്ഥന തുടങ്ങണമെന്ന്. ഒരാളെ വെച്ച് തുടങ്ങിയതാണ്. ഇപ്പം ഇങ്ങനെ ആയി. അപ്പോൾ പ്രാർത്ഥന ഇങ്ങനെ ചെയ്യണമെന്നൊന്നും അറിയില്ല. അവിടെ അച്ഛന്മാരോ ആരും ഇല്ല. പ്രാർത്ഥന നടത്തുന്നത് ഇതേവിടെ ക്ലമൻ്റ് ഉണ്ട്. അങ്ങേര് പാട്ട് കൊയർ സ്പീച്ച് നമ്മൾ കൊടുക്കുകയാണ്. അവിടെ നടത്തുന്നത് അമ്മ മാതാവ് തന്നെയാണ്. പലവരും എന്നോട് ചോദിക്കും, ഫോൺ ചെയ്ത് ചോദിക്കും, ഇത് പെൻ്റെക്കോസ്റ്റ് പ്രാർത്ഥനയാണോ, അച്ഛൻ വരാറുണ്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, അച്ഛൻ വരാറില്ല. അപ്പോൾ ഇത് പെൻ്റെക്കോസ്റ്റ് പ്രാർത്ഥനയാണ്. ഞാൻ പറഞ്ഞില്ല, അമ്മ മാതാവിൻ്റെയാണ്. അപ്പോൾ ഇത് ആരാ പ്രാർത്ഥന നടത്തണം? ഞാൻ പറഞ്ഞു അമ്മ മാതാവാണെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അതെനിക്ക് ബോധ്യമായി അമ്മ മാതാവാണെന്ന്. അപ്പോൾ ഈശോ പണ്ട് ശിഷ്യന്മാരോട് പറഞ്ഞ്, നീ എന്നിൽ വിശ്വസിക്കുമ്പോൾ, പിതാവിൽ വിശ്വസിക്കുമ്പോൾ നീ എന്നെക്കാളും വലിയ അടയാളങ്ങൾ നിനക്ക് ചെയ്യാൻ സാധിക്കുമെന്ന് പറഞ്ഞായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അത് സത്യമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അന്ന് ഈശോ പ്രവർത്തിച്ചേക്കാളും വലിയ അടയാളങ്ങൾ നിങ്ങൾക്ക് ഇന്ന് കാണാൻ പറ്റും നിങ്ങളുടെ ജീവിതത്തിൽ. ഈശോയിൽ വിശ്വസിച്ചാൽ മാത്രം മതി. അപ്പോൾ അന്ന് ഞാനൊരു ഞായറാഴ്ച സാധാരണ എൻ്റെ ഹോട്ടലിലാണ് പ്രാർത്ഥന. എൻ്റെ ക്യാബിനിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു കൊച്ച് എന്നെ വിളിച്ചിട്ട് ഫോൺ വന്ന്, ഞാൻ ഫോൺ എടുത്തപ്പോൾ മൊബൈൽ എടുത്തപ്പോഴത്തേക്കും ഭയങ്കര കരച്ചിലാണ്. ഭയങ്കര കരച്ചിലെന്ന് വെച്ചാൽ അത് അങ്ങോട്ട് കരയുക, അത് പേടിയാവും, അതുപോലത്തെ കരച്ചിലാണ് ഫോണിൽ കൂടെ. ഞാൻ എന്താണെന്ന് ചോദിച്ചാൽ അപ്പോൾ അതെനിക്ക് മനസ്സിലായി. എന്നോട് പറഞ്ഞു, ബ്രദറെ ഞങ്ങൾ പ്രാർത്ഥനയ്ക്ക് വന്നതാ, വെള്ളിയാഴ്ച തോറും ഞങ്ങൾ പ്രാർത്ഥനയ്ക്ക് വന്നവരാ. അപ്പോൾ ഉടനെ വചനം എടുത്തിട്ട് എന്നോട് പറയുക, ബ്രദർ അന്ന് പ്രാർത്ഥനയ്ക്ക് പറഞ്ഞിട്ടുള്ള ഈശോ അടുത്ത് എന്ത് ചോദിച്ചാലും ഈശോ തരുമെന്ന് പറഞ്ഞിട്ടില്ലേ ബ്രദർ, പറഞ്ഞല്ലേ? ഈശോയോടടുത്ത് എന്ത് ചോദിച്ചാലും, അത് യോഹന്നാൻ 14:14 ഈശോയുടെ നാമത്തിൽ എന്ത് ചോദിച്ചാലും ഈശോ തരുമെന്ന് പറഞ്ഞല്ലേ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതേ പറഞ്ഞ്. അപ്പോൾ എൻ്റെ അച്ഛൻ മരിച്ചെന്നാണ് KG ഹോസ്പിറ്റലിൽ ഇരുന്ന വിളിക്കുന്നത്. അത് ഡോക്ടർ കൈവിട്ട് മോണിറ്ററിൽ നേരെ പോയാണ് അറ്റാക്കായിട്ടാണ് അച്ഛനെ അവിടെ അഡ്മിറ്റ് ചെയ്തത്. എനിക്ക് തിരിച്ചു വേണം. ആ കൊച്ചിൻ്റെ പേര് മെർലിനാണ്, മെർലിൻ. ഇതിൽ തമാശ എന്താണെന്ന് വെച്ചാൽ, ഇത് ഞാൻ ഈ ആഴ്ച ഈ അനുഭവം ഇവിടെ പറയണമെന്ന് ഞാൻ വെച്ചിരിക്കുമ്പോഴത്തേക്കും ഞാൻ ഇവരെ അന്വേഷിച്ച്, ഇവരുടെ പേര് എനിക്ക് ആ കൊച്ചിൻ്റെ പേര് മാത്രമേ അറിയാം. അങ്ങേരുടെ പേര് ഞാൻ മറന്നുപോയി. അവരുടെ കുടുംബത്തിലെ ബാക്കിയുള്ളവരുടെ പേര് ഞാൻ മറന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിച്ച്, ഈ ഇവിടെ പറയാനുള്ള 1-2 സാക്ഷ്യങ്ങൾ ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോഴത്തേക്ക് എനിക്ക് കിട്ടും. അപ്പോൾ ഇതാ കിട്ടിയത്.
അപ്പോൾ ഇവർ കുറേ ദിവസമായിട്ട്, കുറേ മാസങ്ങളായിട്ട് വന്നില്ല അവിടെ പ്രാർത്ഥനയ്ക്ക്. അപ്പോൾ ഇവരായിട്ട് ഒന്ന് കൺഫേം ചെയ്യണം, പേരൊന്ന് കൺഫേം ചെയ്യണമെന്ന് വിചാരിച്ച്. പക്ഷേ ഇത് മാതാവ് ഭയങ്കരമാണ്. മാതാവിൻ്റെ മുമ്പിലിരുന്ന പ്രാർത്ഥിക്കുന്നത് നമ്മളെപ്പോഴും ഉണ്ടല്ലേ, പ്രാർത്ഥിക്കുമ്പോൾ ഒരു ബോധ്യം ഉണ്ടാകണം. മുട്ടിപ്പേ നിൽക്കുമ്പോൾ മുമ്പിൽ മാതാവുണ്ട്, ഈശോ ഉണ്ടെന്നൊരു ബോധ്യം ഉണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് ദൈവ സാന്നിധ്യത്തിലേക്ക് പോകണം. ദൈവത്തിൻ്റെ മുമ്പിൽ, ദൈവത്തെ മുമ്പിൽ കൊണ്ടൊന്ന് നിർത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറൊന്നും നിങ്ങൾ അന്വേഷിച്ചൊന്നും പോകണ്ട. ദൈവം നിങ്ങളെ അന്വേഷിച്ച് നിങ്ങളെ മുമ്പിൽ ഒന്ന് നിൽക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് മുട്ടിപ്പേ നിന്ന് കൈപൊക്കി പ്രാർത്ഥിച്ചാൽ മാത്രം മതി. അത് ദൈവ സാന്നിധ്യത്തിൻ്റെ സ്ഥലമായി പോകും. ദൈവം അവിടെ എത്തും. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് ദൈവത്തെ വിളിക്കണം, ദൈവത്തെ കാണണം. നിങ്ങൾ അന്വേഷിച്ച് വേറെ എവിടെയും പോകണ്ട. നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് മുട്ടിപ്പേ നിന്ന് കയ്യും പൊക്കി പ്രാർത്ഥിച്ചാൽ ദൈവം നിങ്ങളുടെ മുമ്പേ ഉണ്ടാവും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ മോളിങ്ങനെ കറിയുക, എനിക്ക് അച്ഛനെ എനിക്ക് തിരിച്ച് കാണണമെന്ന് പറഞ്ഞ്. അപ്പോൾ ഇതിന് എന്ത് ഉത്തരവ് പറയണം? അപ്പോൾ എൻ്റെ അച്ഛൻ പോയി എന്ന് പറഞ്ഞിട്ടാണ് കരയുന്നത്. അപ്പോൾ ഞാനിത് ഈ കൊച്ചതുമില്ലാതെ ബ്രദർ പറഞ്ഞല്ലേ എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിക്കുന്നത്. ഞാൻ ഈ കൊച്ചിനെ ഓർക്കുന്നില്ല, പക്ഷേ പ്രാർത്ഥന പറഞ്ഞുകൊണ്ട് ഇതാണ് ഈ കൊച്ചാണെന്നാണ് വിചാരിച്ചത്. മുഖം ശരിക്കും ഓർത്തില്ലായിരുന്നു. അപ്പോൾ കുറേ പേര് പ്രാർത്ഥനയ്ക്ക് പിന്നെ അപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഞാനറിയാതെ എൻ്റെ ഫോണിൽ ബട്ടൺ ഇതായി കട്ടായി. ഓ സമാധാനമായി. എന്താ മറുപടി അതിനെ പറയുക? അച്ഛൻ പോയി എന്ന് പറയുകയാണ്. ICUവിൽ കിടത്തിരിക്കുക അച്ഛനെ. അച്ഛൻ പോയി എന്ന് പറഞ്ഞ് ഡോക്ടർ പുറത്ത് വന്നിട്ട് ആ മറ്റേ കൊണ്ടുപോകാൻ പറഞ്ഞിരിക്കുക, എടുത്തുകൊണ്ട് പോയിക്കോളാൻ പറഞ്ഞു. താഴെ വന്നിട്ട് ആംബുലൻസ് എന്തോ അറേഞ്ച് ചെയ്യാൻ പറഞ്ഞിരിക്കുക. അപ്പോഴാണ് ഈ കൊച്ചെന്നെ വിളിക്കുന്നത്. ഞാൻ പറഞ്ഞ് അമ്മയുടെ, എൻ്റെ ടേബിളിൽ തന്നെ അമ്മയുടെ രൂപമുണ്ട് മുമ്പിൽ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ അമ്മയിലേക്ക് നോക്കി. ആ കൊച്ചിൻ്റെ കരച്ചിൽ എനിക്ക് സഹിക്കാൻ പറ്റണില്ലായിരുന്നു. അത്രയും കരച്ചിൽ, ആത്മാർത്ഥതയോടെ അത് ചോദിക്കുന്നത്. ഞാൻ ഇങ്ങനെ ബൈബിൾ എടുത്തിട്ട് ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മ ഇതെങ്ങനെ സാധിക്കും, ഇതിനോട് എന്താ പറയുക? ഞാനിങ്ങനെ ബൈബിൾ എടുത്തപ്പോഴത്തേക്കും ഇതെങ്ങനെ സാധിക്കുമെന്നാണ് ഞാൻ ചോദിച്ചത്. അപ്പോൾ അതിലേക്ക് വന്നത് ലൂക്ക 1:34 ബൈബിളിലേക്ക്. ഞാൻ എപ്പോഴും കണ്ണും പൂട്ടി ഒരു വിശ്വാസപ്രമാണം ചൊല്ലി ഇങ്ങനെ വിരലും വയ്ക്കുമ്പോഴത്തേക്കും ലൂക്ക 1:34 ഗബ്രിയേൽ മാലാഖ പറയും, നീ ഒരു പുത്രനെ പ്രസവിക്കും എന്ന് പറഞ്ഞപ്പോൾ അമ്മ മാതാവ് പറയുക ഇതെങ്ങനെ സാധിക്കുമെന്ന് ചോദിക്കുമ്പോൾ ഗബ്രിയേൽ മാലാഖ പറയാണ്, പരിശുദ്ധാത്മാവ്, ലൂക്ക 1:35, പരിശുദ്ധാത്മാവ് നിൻ്റെ മുകളിൽ വരുമ്പോൾ ഇതെല്ലാം സാധിക്കും. പരിശുദ്ധാത്മാവ് വരുമ്പോൾ ഇതെല്ലാം സാധിക്കും. എങ്ങനെ സാധിക്കുമെന്നാണ് ഞാൻ ചോദിച്ചത്. അതിലെഴുതിയിരുന്നത് പരിശുദ്ധാത്മാവ് വരുമ്പോൾ എല്ലാം സാധിക്കും. പ്രൈസ് ദി ലോർഡ്. അത് പറയുമ്പോഴത്തേക്കും എനിക്ക് തല തൊട്ട് കാല് വരെ കറണ്ട് ഇങ്ങനെ പാസ് ചെയ്യാം. ഞാൻ ആ മൊബൈലിൽ തന്നെ ഇതിലേക്ക് റീഡെയിൽ ചെയ്ത് ആ കൊച്ചെന്നെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ടിരിക്കുക, ഞാൻ അങ്ങോട്ട് വിളിച്ചത്. ഇതിൽ ഏറ്റവും വലിയ കൃപ എന്താണെന്ന് വെച്ചാൽ അച്ഛനത് സംഭവിച്ചപ്പോഴത്തേക്കും ആ കുഞ്ഞിനെ ദൈവത്തെ ഓർക്കാൻ തോന്നിയത്. അത് പരിശുദ്ധാത്മാവ് തോന്നിച്ചതാണ്. ഇങ്ങോട്ട് വിളിക്കുകയും ചെയ്തു. ആ സമയത്ത് കരച്ചിലും വേളമൊക്കെ ഉണ്ടെങ്കിലും പ്രാർത്ഥന ഓർമ്മയിലേക്ക് വന്ന് നമ്മൾ ഇതിനാ പ്രാർത്ഥന കൂടേണ്ടത്, വചനം കേൾക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്. വചനത്തെ ഓർത്ത് വെച്ചിരുന്ന ആ കുഞ്ഞ്, ആ വചനം ആണ് നമ്മളെ രക്ഷ. പ്രൈസ് ദി ലോർഡ്. ആ കൊച്ച് ഞാൻ തിരിച്ച് വിളിച്ച് ഞാൻ പറഞ്ഞ, മോളെ നീ എവിടെയാണ്? ICUയുടെ പുറത്താണെന്ന് പറഞ്ഞിട്ട് കരയുക. എൻ്റെ അടുത്ത് എൻ്റെ അമ്മയുണ്ട്, അതും കരഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞു, ഇങ്ങനെ നിൽക്കുന്ന സ്ഥലത്ത് മുട്ടിപ്പേ നിൽക്കുന്ന ഞാൻ പറഞ്ഞു. എന്നിട്ട് കൈ മുകളിലേക്ക് പൊക്കെന്ന് പറഞ്ഞു. എന്നിട്ട് നീ അനുദപിക്കുക. പരിശുദ്ധാത്മാവ് നിറയണമെങ്കിൽ ഷോർട്ട് കട്ട് എന്താണെന്ന് വെച്ചാൽ അപ്പോസ്തല പ്രവർത്തകൻ 2:38 നീ അനുദപിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിന്നിൽ നിറയും. പ്രൈസ് ദി ലോർഡ്. അപ്പം നിൻ്റെ മുകളിൽ പരിശുദ്ധാത്മാവ് നിറയണമെന്നുണ്ടെങ്കിൽ, നിനക്ക് അത്യാവശ്യം പെട്ടെന്ന് പരിശുദ്ധാത്മാവ് നിറയണമെന്നുണ്ടെങ്കിൽ ഇതാണ്, അനുദപിക്കണം. നിൻ്റെ പാപത്തെ ഓർത്ത് അനുദപിക്കണം. മുട്ടിപ്പേ നിൽക്കുന്ന സ്ഥലത്ത് അവിടെ മുട്ടിപ്പേ നിൽക്കുക. ഈ കൊച്ചെന്താ ചെയ്തത്? നിൽക്കുന്ന സ്ഥലത്ത് അവിടെ ICUയുടെ പുറത്ത് കുറേ തിരക്കുണ്ട്, അവിടെ മുട്ടിപ്പേ നിന്ന് അതിൽ നിന്ന് അതിൻ്റെ അമ്മയിൽ നിന്ന് കയ്യും പൊക്കി അവർ പ്രാർത്ഥിച്ച്. ഞാൻ അവിടെ പറഞ്ഞ്, നിൻ്റെ അച്ഛനോ വേണ്ടിയിട്ട് നീ അനുദപിക്കണം, അച്ഛന് പരിശുദ്ധാത്മാവ് നിറയാൻ വേണ്ടിയിട്ട് നീ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, കരച്ചിൽ നിർത്തിയിട്ടാണ് നീ പ്രാർത്ഥിക്കേണ്ടത്. നന്ദി പറഞ്ഞ് അനുദപിച്ച് നിനക്ക് ഓർമ്മയുള്ള നിൻ്റെ പാവങ്ങളെല്ലാം നീ ഓർത്ത് ഇപ്പോൾ അനുദപിക്കുക. പ്രൈസ് ദി ലോർഡ്.
ഇത് അതേപടിക്ക് വിശ്വസിച്ച് അവിടെ വെച്ച് മുട്ടിപ്പേ ആ ഹോസ്പിറ്റലിൽ KG ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഹോട്ടലിൽ ജസ്റ്റ് ഒരേ കോമ്പൗണ്ട് വാളാണ്, വലിയ ഹോസ്പിറ്റലാണ്, ഇവിടുത്തെ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പോലത്തെ വലിയ ഹോസ്പിറ്റലാണ്, ICU. ഇത് മുട്ടിപ്പേ നിന്ന് ഇതും ഇതിൻ്റെ അമ്മയും കൂടി കൈയും പൊക്കി മുട്ടിപ്പേ നിന്ന് അവിടെ നിന്ന് സ്തുതിച്ചപ്പോഴത്തേക്കും സിസ്റ്റർ ഓടി വന്ന് ഡോക്ടറോട് പറഞ്ഞ് സ്പാർക്ക് വന്നിട്ടുണ്ടെന്ന്. ആ മോണിറ്റർ ഇങ്ങോട്ട് കയറിയെന്ന്. പ്രൈസ് ദി ലോർഡ്. കയറിയിട്ട് 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും അച്ഛനെയും വിളിച്ചുകൊണ്ട് അമ്മയും മകളും ഞങ്ങൾ കോയമ്പത്തൂർ വന്നിട്ട് സാക്ഷ്യം പറഞ്ഞത് മാത്രമല്ല, അവരാണത്. ഈ 2 പേര് ഞാൻ അന്ന് അമ്മ മാതാവിനോട് ഇങ്ങേരാണ് ദൈവം തിരിച്ച് ജീവൻ തന്നത്, പരിശുദ്ധാത്മാവും നിറയുമ്പോൾ എല്ലാം സാധിക്കും. പ്രൈസ് ദി ലോർഡ്. ഇത് അമ്മയാണ്, മോളിന്ന് വന്നിട്ടില്ല. ഇവർ 2 പേരും അവിടെ മുട്ടിപ്പേ നിന്ന് പ്രാർത്ഥിച്ച് അതിലില്ല രസം. ഇങ്ങേർക്ക് എത്ര ബ്ലോക്ക് ഉണ്ടായിരുന്നു? 2 ബ്ലോക്ക് ഉണ്ടായിട്ടാണ് ഈ അറ്റാക്ക് വന്ന് തീർന്നെന്ന് പറഞ്ഞത്. ഡോക്ടർ എടുത്തുകൊണ്ട് പോകാൻ കൊണ്ടുപോയിക്കാൻ പറഞ്ഞാൽ KG ഹോസ്പിറ്റൽ, ഹാർട്ട് ഹോസ്പിറ്റൽ അവിടെ കൊണ്ടുപോയിക്കുമെന്ന് പറഞ്ഞാൽ പിന്നെ തീർന്ന്. മോണിറ്റർ നേരെ കാണിക്കുക. എന്നിട്ട് ഇങ്ങേര് തിരിച്ച് വന്ന് തിരികെ ജീവൻ പരിശുദ്ധാത്മാവ് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ആ ബ്ലോക്ക് ഒന്നും തന്നെ കാണുന്നില്ല. അതിന് ശേഷം മകരിക്കും. അപ്പോൾ പരിശുദ്ധാത്മാവിന് വേണ്ടി അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ഞാനവിടെ അന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഇവരെ കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. ജോൺ പീറ്റർ അങ്ങേറെ പേര്, ആ പേര് ചോദിക്കാൻ വേണ്ടിയിട്ടാണ്, ഞാൻ പേര് മറന്നിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ അന്ന് കാലത്തെ കൃപാസനത്തിൽ വെള്ളിയാഴ്ച ദിവസം കാലത്ത് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ അന്ന് ഞങ്ങൾക്ക് പ്രാർത്ഥനയുണ്ട്. അവിടെ കോയമ്പത്തൂർ കൃപാസന മിഷനിൽ പ്രാർത്ഥനയുണ്ട്. അന്ന് ഈ സാക്ഷി ഇവിടെ പറയണമല്ലോ. അപ്പോൾ ഇവരെ കാണുന്നില്ല, ഇവർ കുറേ ദിവസമായിട്ട് വന്നില്ല, അപ്പോൾ പേരൊന്ന് ചോദിക്കണം എന്ന് പറഞ്ഞിരിക്കുമ്പോൾ അന്ന് അമ്മ മാതാവ് വൈകുന്നേരം കൊണ്ടുവന്നിട്ട് ഞാൻ ഒന്നും പറഞ്ഞില്ല. എൻ്റെ അടുത്ത് വന്നിട്ട് പറയുകയാണ്, കൃപാസനത്തിൽ അന്ന് ഞങ്ങൾ രക്ഷപ്പെട്ട കാര്യം ഞങ്ങൾ സാക്ഷി പറയണമെന്ന് ഇങ്ങോട്ട് എന്നോട് ചോദിച്ച്. പ്രൈസ് ദി ലോർഡ്. അത് എങ്ങനെ മലയാളത്തിൽ പറയും, ഞങ്ങൾക്ക് തമിഴേ അറിയാവുന്ന. ഞാൻ പറഞ്ഞു, ഈ സാക്ഷി ഇന്ന് കാലത്തെ അമ്മ മാതാവ് ഈ അനുഭവം ഇവിടെ പറയാൻ വേണ്ടിയിട്ട് എന്നോട് പറഞ്ഞിരിക്കുക. അമ്മ മാതാവ് തന്നെ വിളിച്ചുകൊണ്ട് വന്നെന്ന് പറഞ്ഞ് ഇവർ 2 പേരെയും ഞാൻ വിളിച്ചുകൊണ്ട് വന്ന. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇത് ഞാൻ പറയുന്നത്, ഇത് നിങ്ങൾ കൂടുതലില്ല, 15 ദിവസത്തേക്ക് നിങ്ങൾ ട്രൈ ചെയ്യും. 15 ദിവസത്തേക്ക് എൻ്റെ ജീവിതത്തിൽ ഞാൻ പെരുവിറക്കില്ല. ഈ നിമിഷം തൊട്ട് എന്ത് തന്നെ സംഭവിച്ചാലും എൻ്റെ വീട് ഞാൻ പോകുമ്പോഴത്തേക്കും വീട് കത്തി എരിയുകയാണ് അങ്ങോട്ട്. എനിക്ക് റോട്ടിലേക്ക് ഇറങ്ങേണ്ടി വന്നു. എൻ്റെ ഭർത്താവ് മദ്യപിച്ച്, സാധാരണ മദ്യപിക്കണേക്കാളും കൂടുതൽ മദ്യപിച്ച് എൻ്റെ മക്കൾ പ്രശ്നമുണ്ടാക്കി. എന്നെ അപമാനിപ്പിച്ച്, ഞാൻ ചെയ്യാത്ത കുറ്റത്തിന് എന്നെ എല്ലാവരും കൂടി ഒറ്റപ്പെടുത്തി. എൻ്റെ ജീവിതത്തിൽ ഞാൻ പെരുവിറക്കില്ല. 15 ദിവസത്തേക്ക് ഞാൻ പെരുവിറക്കില്ല. പ്രൈസ് ദി ലോർഡ്. ഒരു തീരുമാനം അങ്ങോട്ട് എടുക്കുക. എന്നിട്ട് അതിനെ ചൊല്ലി എനിക്ക് ദൈവം ചെയ്തിട്ടുള്ള എല്ലാ നന്മയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ നന്ദി മാത്രമേ പറയൂ. ദിവസവും നന്ദി പറയുക. പ്രാർത്ഥനയുടെ സമയത്ത് എപ്പോഴൊക്കെ നന്ദി പറയാൻ പറ്റുമോ എപ്പോഴും അത് ഇതുപോലെ ഒരു പേപ്പർ എപ്പോഴും എഴുതി വെക്കണം. പോക്കറ്റിൽ ഒരു പേപ്പർ വെച്ചിട്ട് അത് നോക്കിയിട്ട് പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ ഒരു 30 എണ്ണം ഓർമ്മ വന്നാൽ 30 ചൊല്ലി നന്ദി പറയണം. ദൈവമേ, ഇത്രാം തീയതി ഈ ദിവസം ഈ കാര്യം നീ എനിക്ക് ചെയ്തു തന്നെ. എനിക്ക് 5 വയസ്സുള്ളപ്പോൾ നീ എനിക്കിത് ചെയ്തു തന്നായിരുന്നു, നന്ദി ദൈവമേ. പിന്നെ എനിക്ക് 5.5 വയസ്സായപ്പോഴത്തേക്കും ഇത്രാം തീയതി ജൂൺ മാസം ഓർമ്മയുണ്ടെങ്കിൽ അത് പിന്നെ 17 വയസ്സായപ്പോഴത്തേക്ക് എനിക്ക് ഇത്രാം തീയതി ഈ ദിവസം നീ എനിക്ക് ഈ നന്മ ചെയ്തു തന്നായിരുന്നു, നീ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, എനിക്ക് നന്ദി ദൈവമേ. നിനക്ക് പറയാൻ പറ്റിയാൽ, നന്ദി പറയാൻ പറ്റിയ, വിരുവിറുക്കാതെ നന്ദി പറയാൻ പറ്റിയ പരിശുദ്ധാത്മാവ് നിൻ്റെ മുകളിൽ നിറയും. നിനക്ക് തടസ്സപ്പെട്ടിരിക്കുന്ന ദൈവ പദ്ധതിയൊക്കെ അത് പരിശുദ്ധാത്മാവ് നിനക്ക് വെളിപ്പെടുത്തി തരും. നീ ഉയർച്ചയെ നോക്കിപ്പോവും. പ്രൈസ് ദി ലോർഡ്. നിൻ്റെ തടസ്സങ്ങളൊക്കെ ദൈവം മാറ്റിത്തരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഇത് ഞാൻ ഇവിടെ വെച്ച് നിർത്തുക. എനിക്ക് കിട്ടിയത് 40 മിനിറ്റാണ്. അപ്പോൾ ഇവിടെ വെച്ച് നിർത്തുകയാണ്. നിങ്ങളെല്ലാവരും കൂടി പ്രാർത്ഥിക്കണം. ഞാൻ നിങ്ങൾ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ടാണ് വന്നിരിക്കണം. ഇന്ന് എല്ലാവരെയും ദൈവം കണ്ടമാനം അനുഗ്രഹിക്കും. ശരിക്കും ഞാൻ എന്താണെന്ന് വെച്ചാൽ ദിവസവും കുർബാനയ്ക്ക് ഈ 2-ാം ചൊവ്വാഴ്ച ദിവസം വന്നവർ ഓരോരുത്തരെ സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കുക. ഇവിടെ ചൊല്ലുന്ന സ്പീച്ചിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക, കേൾക്കാവുന്നവരെ എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. അപ്പോൾ ഇത് ദൈവ പദ്ധതിയാണ്. നിങ്ങൾ ഈ വചനം കേൾക്കണമെന്നുള്ളത് ഇന്നത്തെ. അപ്പോൾ ഇത് നിങ്ങൾ പാലിക്കുക.
പാലിക്കുമ്പോൾ ദൈവ പദ്ധതിക്ക് തടസ്സമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഉള്ളതെല്ലാം ദൈവം അത് നേരാക്കി തരും. നിങ്ങൾ തെറ്റായ ദൈവ പദ്ധതിക്ക് എതിരെ നിങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ ദൈവം നിങ്ങളെ ട്രാക്കിലേക്ക് കൊണ്ടുവന്ന വഴി നടത്തി തരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തുതിക്കുക. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ.